തീർത്തും പരിചിതമായ ഒരു മേഖലയിലല്ല എൻ്റെ ഈ സംസാരം എന്നതുകൊണ്ട് തന്നെ എൻ്റെ ചില നിരീക്ഷണങ്ങളും അതുപോലെ വിമർശപരമായ രീതിയിലുള്ള ചിന്തകളും അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ജ്ഞാന വീക്ഷണത്തെ, നോളജ് പെർസ്പെക്റ്റീവിനെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. കാരണം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് വായിച്ചു തുടങ്ങുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് വായിച്ചു തുടങ്ങി അടുത്ത കാലത്താണ് വായിക്കും തോറും ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്ഞാന അടിസ്ഥാനവും ജ്ഞാനഭൂമികയും വിപുലീകരിച്ച് വരികയാണ്. വായിക്കും തോറും വളരുന്ന ഒരു ചിന്താഭൂപടമായിട്ട് തന്നെ ശ്രീനാരായണ ഗുരു മാറുകയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികൾ വായിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്. അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. തിരുക്കുറളിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, തിരുക്കുറൾ എന്ന് പറയുന്ന ഒരു തമിഴ് കൃതിയെ പരിഭാഷപ്പെടുത്തണമെങ്കിൽ അത്രമാത്രം ജ്ഞാന സൃഷ്ടിയുടെയും ജ്ഞാന വ്യാഖ്യാനത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും ഭൂമിക നിരന്തരമായിട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് ചരിത്ര പുരുഷനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത്. അത് വളരെ ദുർഘടമായ ഒരു പ്രഭാഷണ വിഷയമാണ്. കാരണം ഇത്രമാത്രം സങ്കീർണമായ ഒരു ജ്ഞാന നിർമ്മാണത്തിൻ്റെ, ഒരു ജ്ഞാന സൃഷ്ടിയുടെ, വിമോചനപരമായ രീതിയിലുള്ള ഒരു ജ്ഞാന സൃഷ്ടിയുടെ തത്വചിന്തകനെയും ശാസ്ത്രജ്ഞനെയും ചരിത്രകാരനെയും ദൈവദർശകനെയും ആദ്യമായിട്ടാണ് ഒരാളിൽ കാണുവാൻ സാധിക്കുന്നത്. അതാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സംസാരത്തിൽ മിക്കതിലും ഒരു ചരിത്ര വ്യാഖ്യാനമായിരിക്കും കൂടുതലും വരുന്നത്. പക്ഷേ എങ്കിലും അത് മറ്റു വിഷയങ്ങളുമായിട്ട്, ശാസ്ത്രവുമായിട്ടും സാമൂഹ്യശാസ്ത്രം പ്രത്യേകിച്ചും ഭൗതികശാസ്ത്രവുമായും അതുപോലെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില അടരുകളുള്ളതുകൊണ്ട് അത് ചില സമയത്തൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് അന്തർവൈജ്ഞാനിക ഒരു പ്രഭാഷണമായിട്ട് ഇത് മാറിയേക്കാം. പക്ഷേ എങ്കിലും സിദ്ധാന്തത്തിൻ്റെ കഠിനത ഒട്ടും കൂട്ടാതെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്ഞാന നിലപാടുകളെയും അദ്ദേഹത്തിൻ്റെ സാമൂഹിക നിലപാടിനെയും, ഇത് രണ്ട് വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഒരു ജ്ഞാന നിലപാടെടുക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ജ്ഞാന നിലപാട് ഒരു സാമൂഹിക നിലപാടായിട്ട് മാറുക എന്നത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. എനിക്ക് പോലും പറയാം, ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയാം. ജാതിയെക്കുറിച്ചും ജാതീയ ചിന്തകളെക്കുറിച്ചും സാമൂഹിക വിപ്ലവങ്ങളെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും വളരെ വിമർശപരമായ രീതിയിലുള്ള ചില ജ്ഞാനചിന്തകൾ പങ്കിടുവാനും വേണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുവാനും എനിക്ക് സാധിച്ചേക്കാം. പക്ഷേ എൻ്റെ ഹാബിറ്റസിൽ നിന്നുകൊണ്ട്, എൻ്റെ ശീലസങ്കല്പനത്തിൽ നിന്നുകൊണ്ട്, ഹാബിറ്റസ് പിയറി ബോർദി ഉപയോഗിച്ചൊരു വാക്കാണ്, എൻ്റെ ശീലസങ്കല്പനത്തിൽ നിന്നുകൊണ്ട് അതിനെ മറികടന്ന് എൻ്റെ ജ്ഞാനത്തെ സാമൂഹികതയിലേക്ക്, സാമൂഹിക വ്യവഹാരത്തിലേക്ക്, സാമൂഹിക വിമോചനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്ന് പറയുന്നത് അതികഠിനമായ ഒരു പ്രവർത്തനമാണ്. അത്തരത്തിലൊരു പ്രവർത്തനത്തിലാണ് ശ്രീനാരായണ ഗുരു ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നുവരെ വായിച്ചിട്ടുള്ള തത്വചിന്തകരിലും ആശയ നിർമ്മാണത്തിൻ്റെ ഉർവരതയിൽ അഭിരമിച്ച ഒരു വ്യക്തി എന്ന നിലയിലും ഇത്രമാത്രം എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വത്തെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് കൂടുതലും വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ കേരള ചരിത്രം, കേരള ചരിത്ര രചന ഒക്കെ മിക്കവാറും നേരത്തെ സണ്ണി എം കവിക്കാട് പറഞ്ഞതുപോലെ അമ്പലത്തെ ചുറ്റിയും ക്ഷേത്രത്തിന് ചുറ്റിയും വയലിനെ ചുറ്റിയും ഒക്കെ നിൽക്കുന്ന ഒരു സങ്കേതമായതുകൊണ്ട് അതിനപ്പുറത്ത് കടന്ന് ശ്രീനാരായണ ഗുരുവിനെ വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ നിലപാടിൻ്റെ ഒരു ലക്ഷ്യമായി മാറണം. യൂണിവേഴ്സിറ്റി കരിക്കുലം
സിലബസ് പരാജയപ്പെടുത്തുന്ന വിദ്യാർത്ഥി വിജയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റി സിലബസ് പരാജയപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ വിജയിക്കണം അവിടെ എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് വായിച്ച് പഠിക്കുക എന്ന് പറയുമ്പം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ചരിത്രപരമായ രീതിയിൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ കൃതികൾ വായിക്കണം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വിവിധ ഭാഷകളിൽ ഇറങ്ങിയ പുസ്തകങ്ങളുടെ ഒരു എക്സിബിഷൻ തന്നെ കേരള ചരിത്ര കോൺഗ്രസിന് UC കോളേജിൽ നടത്തി. ഇത്രമാത്രം പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് വരികയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് അതിൽ ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് കാണാൻ സാധിച്ചത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു തന്നെ എഴുതിയ കൃതികൾ വായിക്കണം എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ചരിത്രത്തിൽ ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒറിജിനൽ സോഴ്സ് തന്നെ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരുക്കുറളടക്കം പരിഭാഷപ്പെടുത്തിയ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം, ദൈവദശകം വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ് ഞാൻ പറയുന്നത്. ആത്മോപദേശ ശതകവും ദൈവദശകവും ഈ രണ്ടും സത്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയുടെ, ശാസ്ത്രയുക്തിയുടെ, സാമൂഹിക ശാസ്ത്രയുക്തിയുടെ കോറാണെന്ന് ഞാൻ പറയും. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് കൃതികളൊക്കെ വായിക്കണം. പക്ഷേ എങ്കിലും ആത്മോപദേശ ശതകവും അതുപോലെ തന്നെ ദൈവദശകവും രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. മൂന്നാമതൊരു ഗ്രന്ഥം ഞാൻ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നത്, എൻ്റെ പരിമിതമായ വായനയ്ക്കുള്ളിലാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം അറിവ് എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അറിവ്, നോളജ്. വളരെ ചെറിയൊരു കാവ്യമാണ് അറിവ് എന്ന് പറയുന്നത്. ഈ അറിവെന്ന കൃതിയിലൂടെ പോയ സമയത്താണ് എനിക്ക് മനസ്സിലായത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ബേക്കണും അതുപോലെ ഗണിതശാസ്ത്രപരമായ രീതിയിൽ സാമൂഹികതയെ വിമർശിച്ച് അതിനെ ഡൈസെക്റ്റ് ചെയ്ത, മെത്തഡിക്കൽ ഡൗട്ടിലൂടെ ഡൈസെക്റ്റ് ചെയ്ത റെനെ ദെക്കാർത്തും അതുപോലെ തന്നെ ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്ന എൻലൈറ്റൻമെൻറ്റിൻ്റെ ആശയം മുന്നോട്ട് വെച്ച് ഇമ്മാനുവൽ കാന്റും ചിന്തിക്കുവാൻ ധൈര്യപ്പെടുക, ബി കറേജസ് ടു തിങ്ക് എന്നാണ് ഇമ്മാനുവൽ കാന്റ്. ഇത്രമാത്രം ഒരു എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ചിട്ട് ഇത്രമാത്രം ശക്തമായ ഒരു വാക്യം ഇന്നവരെ ഞാൻ കേട്ടിട്ടില്ല. ചിന്തിക്കുവാൻ ധൈര്യപ്പെടുക എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ജ്ഞാനമുണ്ട്, ജ്ഞാനരൂപങ്ങളും ജ്ഞാന സംരംഭങ്ങളുമായിട്ടൊക്കെ അടുപ്പമുണ്ടെങ്കിലും പുതിയൊരു ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പുതിയ ജ്ഞാനത്തെ എടുത്താൽ തന്നെ അത് വിമോചനപരമായ രീതിയിലുള്ളൊരു ജ്ഞാനശാസ്ത്രമായിട്ട് മാറുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ബിക്കം ആൻ ഇമാൻസിപ്പേറ്ററി നോളജ് പെർസ്പെക്റ്റീവ്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തി, റെലവൻസ് എന്ന് പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന് വർത്തമാന കാലഘട്ടത്തിലും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഭൂതകാലത്തിലേക്ക് പോകാൻ സാധിക്കും, വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ കാണുവാൻ സാധിക്കും, ഭാവി കാലത്തിലേക്കും പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ടൈം മെഷീനിൽ കയറി നിങ്ങൾക്ക് പുറകോട്ടും മുമ്പേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടത്തിലും ചുറ്റിക്കറങ്ങുവാനായിട്ട് സാധ്യമാകുന്ന ഒരു ജ്ഞാനരൂപത്തെ, അടിത്തറയെ സൃഷ്ടിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രമാത്രം ജ്ഞാനം സൃഷ്ടിച്ചെടുത്തത്? അത് മെഡിറ്റേഷനിലൂടെ മാത്രമാണ്. സന്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഗുഹയിൽ കയറിയിരുന്ന് സന്യസിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബോധജ്ഞാനം ഉണ്ടായിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് വേണമെങ്കിൽ 2-3 കാവ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിഹാസം എഴുതുന്നതാണോ ശരിക്കും സന്യാസം എന്ന് പറയുന്നത്? സന്യാസം എന്ന് പറയുന്നത് മരുത്വാമലയിൽ നിന്നും തുടങ്ങിയ സന്യാസം, മരുത്വാമലയിൽ നിന്നും ഇറങ്ങി വന്ന് അദ്ദേഹം മറ്റൊരു സോഷ്യൽ റിഫോർമറായിട്ട് മാറുകയാണ്, പുതിയ ചിന്തകനായിട്ട് മാറുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന് വിളിക്കാൻ ആരെയെങ്കിലും പറ്റുമെങ്കിൽ അത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. പബ്ലിക് ഇൻ്റലക്ച്വൽ. ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. കാരണം ആശയപരമായ രീതിയിൽ അത് വ്യത്യസ്തമായ ഒരു ഗ്രാംഷ്യൻ രീതിയിൽ അത് വ്യത്യസ്തമായ ഒരു ബൗദ്ധിക പ്രദേശമാണ്. അദ്ദേഹമാണ് ആദ്യത്തെ പബ്ലിക് ഇൻ്റലക്ച്വൽ, പൊതു ബുദ്ധിജീവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സാധാരണ ഈ ബുദ്ധിജീവികളെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും വലിയ എന്തോ ഒരു അകൽച്ച തോന്നുന്നതല്ലേ. നമ്മൾ സാധാരണ ഈ ബുദ്ധിജീവികൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഈ ബുദ്ധിജീവികൾ ആർക്കും പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ഈ സഞ്ചിയും തൂക്കി നടക്കുന്ന കുറേ ആൾക്കാരെന്നൊക്കെയാണ് നേരത്തെ ഞങ്ങളുടെയൊക്കെ സമയത്തും ഇങ്ങനെ ബുദ്ധിജീവികൾ നടക്കുമ്പോഴത്തേക്കും ഒരു സഞ്ചിയൊക്കെ തൂക്കി അവരിങ്ങനെ നടക്കുന്നതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ബുദ്ധിജീവി ആയിരുന്നില്ല. അറിവിന് വേണ്ടി സാംശീകരിക്കുകയായിരുന്നില്ല, അറിവിന് വേണ്ടി ഉണ്ടാക്കുകയായിരുന്നില്ല, അറിവിനെ വിമോചനത്തിന് വേണ്ടി സൃഷ്ടിച്ച ലിബറേറ്ററി നോളജ് എന്ന് പറയാം.
അങ്ങനെ ഒരു ലിബറേറ്ററി കൈൻഡ് ഓഫ് നോളജ് പെർസ്പെക്റ്റീവിനെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് സത്യത്തിൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ വിജ്ഞാന അടിസ്ഥാനത്തിൻ്റെ, സാമൂഹിക ജ്ഞാന അടിസ്ഥാനത്തിൻ്റെ ഒരു കേരള മോഡലിനെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. നമ്മൾ കേരള മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് പറയുന്നുണ്ടല്ലോ, കേരള മോഡൽ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് നമ്മുടെ കയ്യിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ജ്ഞാനത്തിൻ്റെ ലിബറേറ്ററി നോളജിൻ്റെ ഒരു കേരള മോഡലിനെയാണ് ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ചെടുത്തത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികൾ വായിക്കണം. ആത്മോപദേശ ശതകവും അതുപോലെ തന്നെ ദൈവദശകവും അറിവും ധാരാളം. തമിഴിൽ ഒന്നുണ്ട്, സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. പിന്നെ പരിഭാഷ, തമിഴിൽ ഉള്ള തിരുക്കുറളിൻ്റെ മാത്രം പരിഭാഷയാണ് അദ്ദേഹത്തിന് ഒറ്റ പരിഭാഷയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു ഈ നോളജിനെ സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനകത്ത് മോഡേണിറ്റിയെ നിങ്ങൾക്ക് എങ്ങനെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു കാണിച്ചത്. നേരത്തെ ലിജോ ചോദിച്ച വളരെ ശ്രദ്ധിക്കേണ്ട വളരെ സവിശേഷമായൊരു ചോദ്യമുണ്ട്. മോഡേണിറ്റിയെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു കൺഫ്രണ്ട് ചെയ്യുന്നത്? അദ്ദേഹം ഒരു മോഡേണിറ്റിയെ ഇങ്ങനെ ആധുനികതയെ അതേപടി സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നില്ല. ക്യാപിറ്റലിൻ്റെ യുക്തിയെ അതേപടി സ്വീകരിച്ച വ്യക്തിയായിരുന്നില്ല. പക്ഷേ ക്യാപിറ്റലിൻ്റെ യുക്തിയെ, അതിൻ്റെ ലോജിക്കിനെ നിരാകരിച്ചില്ല. ക്യാപിറ്റലിൻ്റെ യുക്തിയെ നിരാകരിക്കാതെ വിമോചനപരമായ രീതിയിലുള്ളൊരു പ്രത്യാശാസ്ത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്യാപിറ്റലും ക്യാപിറ്റലിസത്തിൻ്റെ ക്യാപിറ്റലും അല്ലെങ്കിൽ കൊളോണിയൽ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയെടുത്ത ഒരു മൂലധനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സോഷ്യൽ ക്യാപിറ്റലായിരുന്നു. ആ സോഷ്യൽ ക്യാപിറ്റൽ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ വ്യവസായ മൂലധന സംരംഭങ്ങളെ തിരസ്കരിച്ചുകൊണ്ടല്ല, അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ആ ഭാവനയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാമൂഹിക മൂലധന ഭാവനയാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. അതായത് സാമ്പത്തിക വിമോചനത്തിലൂടെ അല്ലാതെ സാമൂഹിക വിമോചനം സാധ്യമല്ല. യു കനോട്ട് ലിബറേറ്റ് യുവർ സെൽഫ് വിത്തൗട്ട് എക്കണോമിക് ലിബറേഷൻ. സാമ്പത്തിക ലിബറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സാമൂഹികമായിട്ട് എങ്ങനെ ലിബറേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സായുണ്ടേ, നിങ്ങൾക്ക് എന്നും ഒരു ക്ലാസ്സായി തന്നെ ഇരുന്നാൽ മതിയോ? നിങ്ങൾ എന്നും ഒരു ക്ലാസ്സായിട്ടിരിക്കുവാൻ ചില സമയങ്ങളിൽ ക്യാപിറ്റലിസം ചില പ്രത്യേക രീതിയിലുള്ള അടവുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ ടെക്നിക്കിനെ അദ്ദേഹം ശ്രീനാരായണ ഗുരു കൺഫ്രണ്ട് ചെയ്യുകയാണ്. ചൂഷണത്തിനെതിരായിരുന്നു ശ്രീനാരായണ ഗുരു. പക്ഷേ ഈ നോളജിനെ, ഈ ജ്ഞാന അടിത്തറയെ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയെടുത്തത് സത്യത്തിൽ ഞാനൊരു പാരിസ്ഥിതിക ചരിത്രകാരനായതുകൊണ്ട് ചില സമയത്ത് ഈ പാരിസ്ഥിതികപരമായ രീതിയിലുള്ള ജ്ഞാന പ്രക്രിയകളുടെ സൃഷ്ടിക്കലിനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ ഒന്ന് പറഞ്ഞു പോകും. ഞാൻ അത്രമാത്രം ചില സമയത്ത് ഞാൻ സബ്ജക്റ്റീവ് ആകാറുണ്ട്. പക്ഷേ ആ സബ്ജക്റ്റിവിറ്റി തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിവിറ്റി എൻ്റെ ഒബ്ജക്റ്റിവിറ്റി ആയിട്ട് കരുതിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നോളജിനെ സൃഷ്ടിച്ചെടുത്ത, ജ്ഞാനത്തെ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനരൂപത്തെ ബ്രിട്ടീഷുകാരെ സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണ്? ശാസ്ത്രങ്ങളിലൂടെ മാത്രമല്ല, പുസ്തകങ്ങളിലൂടെ മാത്രമല്ല. ജെയിംസ് മിൽ ഒരു പുസ്തകം എഴുതിയുകൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ മനസ്സിലാക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു സൃഷ്ടിക്കലിനെ ഉണ്ടാക്കിയെടുത്തത് യാത്രകളിലൂടെയാണ്. ഡേവിഡ് ആർണോൾഡ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ട്രോപ്പിക്സ് ആൻഡ് ട്രാവലിംഗ് ഗെയ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയെടുത്ത ശാസ്ത്രത്തിൻ്റെ പേരാണ് ചുറ്റി നടക്കുന്ന ശാസ്ത്രം, ഐറ്റിനറൻറ്റ് സയൻസ്. ഈ ശാസ്ത്രം എങ്ങനെയാണ് ചുറ്റി നടക്കുന്നത്? ശാസ്ത്രത്തിന് ചുറ്റി നടക്കാൻ പറ്റുമോ? ശാസ്ത്രത്തിന് ചുറ്റി നടക്കാൻ പറ്റില്ല. ശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ചില ശാസ്ത്രജ്ഞന്മാരും ചിന്തകരും, അത് വലിയൊരു വ്യൂഹമാണ്. ആന്ത്രപ്പോളജിസ്റ്റുകളുണ്ട്, എത്തനോളജിസ്റ്റുകളുണ്ട്, ബൊട്ടാണിസ്റ്റുകളുണ്ട്, ഫോറസ്റ്റേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, മെഡിക്കൽ സർജൻസ് ഉണ്ട്. ഇവരുടെ ഒരു ചുറ്റി നടക്കലിലൂടെയാണ് അവർ ഇന്ത്യയെ മനസ്സിലാക്കിയത്. അത് ക്യാപിറ്റലുമായിട്ട് കണക്റ്റഡാണ്, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലുമായിട്ട് കണക്റ്റഡാണ്. കാര്യം അങ്ങനൊരു മൂലധനം അവർ ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചുറ്റി നടക്കാൻ സാധിച്ചത്. അവരുടെ ചുറ്റി നടപ്പിനെ ഒക്കെ സ്പോൺസർ ചെയ്യുന്ന വലിയ ഏജൻസികൾ ബ്രിട്ടനിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ധനമുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത വ്യാവസായിക മൂലധനം മൂലം ഉണ്ടാക്കിയെടുത്ത ആ അടിത്തറയിലൂടെയാണ് ഇന്ത്യയെ ചുറ്റി നടന്ന് കണ്ടതും ഇന്ത്യയിൽ ഒരു ചുറ്റി നടക്കുന്ന ശാസ്ത്രം ഉണ്ടായി വന്നതും. ആ ചുറ്റി നടക്കുന്ന ശാസ്ത്രത്തിൽ നിന്നാണ് ഇന്ത്യയിലെ മനുഷ്യരെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും എന്തിനേറെ എല്ലാ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചിട്ടും
അവർ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് അവർ ഒരു നോളജ് ഉണ്ടാക്കിയെടുത്തു, ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുത്തു. ആ ജ്ഞാനം വെച്ച് ഇനിയാണ് രണ്ടാമത്തെ ഫേസിലേക്ക് കയറുന്നത്. ആ ജ്ഞാനം വെച്ച് അവർ ഇന്ത്യയെ കീഴടക്കി ഭരിച്ചു. അവിടെയാണ് മോഡേണിറ്റിയുടെ ഈ സോക്കോൾഡ് യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിങ് റീസൺ. ആ കണ്ണിങ് റീസണിലൂടെ ഇന്ത്യ അവർ ഡോമിനേറ്റ് ചെയ്തു എന്നുണ്ട്. പക്ഷേ നാരായണഗുരു ചുറ്റി നടന്നു അങ്ങനല്ല. നാരായണഗുരു ചുറ്റി നടന്നു, വടക്കേ ഇന്ത്യയിലേക്കൊന്നും പോയില്ല, തെക്കേ ഇന്ത്യയിൽ തന്നെയാണ് ചുറ്റി നടന്നത്. അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി ധാരാളം പ്രാവശ്യം, മദ്രാസിൽ പോയിട്ടുണ്ട്, മധുരയിൽ പോയിട്ടുണ്ട്. മധുരയിൽ പോയ സമയത്ത്, മധുരയിൽ ജീവിച്ച സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ തമിഴന്മാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, നമുക്കിനി ഇവിടെ അങ്ങ് കഴിഞ്ഞാലോ എന്നാണ് നാരായണഗുരു ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ വലിയ പേടിയായി, ഇനിയിപ്പോൾ മധുരയിലെങ്ങാനും അദ്ദേഹം പൂർണ്ണമായി താമസിക്കുമെന്ന് ഉള്ള പേടിയുണ്ടായി. മദ്രാസിൽ നടന്നു. മദ്രാസിൽ പോയ സമയത്ത് അദ്ദേഹം വളരെ രസകരമായൊരു കാര്യം സംഭവിക്കുന്നത്, മദ്രാസിൽ പോയ സമയത്ത് അദ്ദേഹം ഒരു മനുഷ്യൻ വലിക്കുന്ന റിക്ഷായും ഒരു കുതിര അല്ലെങ്കിൽ കാള വലിക്കുന്ന ഒരു ഒരു വണ്ടിയും വന്നു. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഞാൻ ഈ കുതിരയും കാളയും വലിക്കുന്ന വണ്ടിയിൽ കയറില്ല, ഞാൻ ഈ മനുഷ്യൻ വലിക്കുന്ന വണ്ടിയിൽ കയറൂ എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിക്കും അതൊരു ചൂഷണത്തിൻ്റേതായിട്ടാണെന്ന് വിചാരിക്കും. ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചത് അതല്ല. കാളയ്ക്കും കുതിരയ്ക്കും ഒന്നും നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് ആഗ്രഹമില്ല, പക്ഷേ ആ മനുഷ്യന് ആഗ്രഹമുണ്ട്. കാര്യം അവൻ അതിൽ നിന്നൊരു വേതനം കിട്ടും, അത് അവൻ്റെ തൊഴിലാണ്, അവന് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംസാരങ്ങളിലും ഈ ചെറിയ ലൈഫ് വേൾഡ് അട്രൻസുകൾ, ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന അട്രൻസുകൾ, ചെറിയ പറച്ചിലുകളൊക്കെ വലിയ യുക്തിക്ക് വിധേയപ്പെട്ടതായിരുന്നു. ആണ് നേരത്തെ സണ്ണി കവിക്കാട് ഇവിടെ പറഞ്ഞു, ട്രെയിനിൽ സഞ്ചരിച്ച സമയത്ത്, കാരണം ഈ ട്രെയിൻ ഒരു പുതിയ സാധനമാണ്. ട്രെയിൻ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച് ജെയിംസ് വാട്ടിൽ നിന്നും വന്ന ഒരു ശാസ്ത്രത്തിൻ്റെ കൾമിനേഷൻ ഉൽപ്പന്നമാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ആ ട്രെയിനിൽ കയറി നടക്കുവാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ട്രെയിൻ കാണുന്ന സമയത്ത് വളരെ ആശ്ചര്യത്തിൽ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. ആ ട്രെയിൻ പോകുന്ന സമയത്ത് ചില ട്രെയിനിനെ കുറിച്ചിട്ടുള്ള, ഈ തീവണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ തീവണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ആൾക്കാർ പാളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയും ആ പാളത്തിലൂടെ എരമ്പി പോകുന്ന തീവണ്ടിയുടെ സ്വരം കേട്ടിട്ട് വലിയ എന്തോ ഒരു മാറ്റം വന്നു എന്ന് അവർ മനസ്സിലാക്കുകയും, അതുപോലെ തന്നെ ഈ പാളത്തിലൂടെ പോകുമ്പോൾ ഈ ഇതിൻ്റെ ചക്രം ഇരുമ്പാണ്, പാളവും ഇരുമ്പായതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ളൊരു ഗന്ധം ഉണ്ടാകും. ആ ഗന്ധം എന്ന് പറയുന്നത് വലിയ വികസനത്തിൻ്റെ ഗന്ധമായിട്ടൊക്കെ കരുതുന്ന ഒരു കാലമാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ട്രെയിനെ മറ്റൊരു സ്പേസാക്കി മാറ്റുകയായിരുന്നു ആര് ചെയ്തത്? ശ്രീനാരായണ ഗുരു ചെയ്തത്. അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത്, അതിൻ്റെ പൂർണ്ണമായൊരു വിവരണം ഞാൻ തരാം. ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്താണ് നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചു. നാരായണനാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. അവിടെ ആ ചോദ്യവും ഉത്തരവും അവസാനിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു, എന്താണ് നിങ്ങളുടെ ജാതി എന്ന് ചോദിച്ചു. ആ രണ്ടാമത്തെ ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിനെ പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചൂടാകാറില്ല, ദേഷ്യപ്പെടാറില്ല. കാര്യം ഏതൊരു വാദത്തെയും വളരെ സൗമ്യമുഖത്തോടു കൂടി എതിരേൽക്കാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള, വേണ്ടി വന്നാൽ പ്രതിരോധിക്കും, അല്ലെങ്കിൽ അതിനെ ആ ചോദ്യത്തെ വെട്ടി നിരത്തിക്കളയും എന്ന് വേണം നമുക്കറിയാം. അത് വളരെ സ്നേഹത്തോടെയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, കേട്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ പിന്നെ കണ്ടിട്ട് എങ്ങനെ മനസ്സിലാകും? നിങ്ങളെന്നെ കണ്ടിട്ട് മനസ്സിലാക്കിയില്ല, പിന്നെ ഞാൻ എൻ്റെ ജാതി പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എന്നെ മനസ്സിലാക്കും എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിൽ ഇന്നും ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. കേരളത്തിൽ എക്കാലത്തും, ലോകത്ത് എക്കാലത്തും വേണമെങ്കിൽ, ഇന്ത്യയിൽ എക്കാലത്തും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കാരണം ഇന്ത്യയിൽ ഈ കാസ്റ്റ് മരിക്കുന്നില്ല എന്നൊരു സത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാക്സ് മുള്ളർ, ജർമ്മൻ ഫിലോസഫറും ജർമ്മൻ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ടുമായ മാക്സ് മുള്ളർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാതി ഒരിക്കലും ഇന്ത്യയിൽ മരിക്കില്ല എന്ന് പറയുന്നു. ജാതി ഒരിക്കലും ഇന്ത്യയിൽ മരിക്കില്ല. ജാതി വീണ്ടും വീണ്ടും വേറെ രൂപങ്ങൾ ഭാവിച്ച് മറ്റു രൂപങ്ങളിലും ഭാവങ്ങളിലും ജാതി ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഈ ട്രെയിനിനെ കണ്ടത് അങ്ങനെയാണ്. ഈ ട്രെയിനിനെ കണ്ടത് തൻ്റെ ജാതി ചോദിച്ച ആളോട് തീർച്ചയായിട്ടും കൃത്യമായ ഒരു ഉത്തരം കൊടുക്കണം. അപ്പം ആ ട്രെയിൻ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സ്ഥലരാശിയായിട്ട് മാറുകയാണ്, സ്പേസായിട്ട് മാറുകയാണ്. ഇത് തന്നെ വേറൊരു ലോജിക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ പലയിടത്തും അദ്ദേഹം പ്രതിഷ്ഠിച്ചെങ്കിലും, ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൂട്ടുനിന്നു അതിനെ ബ്ലസ് ചെയ്തുവെങ്കിലും, വേറെ ഇടങ്ങളിൽ അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ പറയുന്നുണ്ട്, ക്ഷേത്രങ്ങൾ ഇനിയും പണിയേണ്ട ആവശ്യമില്ല, നമുക്ക് വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്ഷേത്രങ്ങൾ പണിയുകയാണെങ്കിൽ പോലും ആ ക്ഷേത്രത്തിനകത്ത് ആൾക്കാർ സംസാരിക്കാനും കൂടിയിരുന്ന് വ്യവഹാരങ്ങൾ, സാമൂഹിക വ്യവഹാരങ്ങൾ നടക്കുവാനുള്ള സ്ഥലരാശിയായിട്ട് മാറണമെന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു സത്യത്തിൽ ഇങ്ങനെ ഒരു പുതിയ സ്ഥലരാശിയെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു തിരുവിതാംകൂറിൽ. അന്ന് കേരളം എന്ന് പറയാൻ പറ്റില്ല, തിരുവിതാംകൂറിൽ പുതിയൊരു സ്ഥലരാശിയെ.
അത് സത്യത്തിലൊരു വ്യത്യസ്തമായ ഒരു സ്പേഷ്യൽ ഇമാജിനേഷനായിരുന്നു. ഇടത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു ഭാവനയിലൂടെ അദ്ദേഹം പുതിയ ചില അതിർത്തികളില്ലാതെ മനുഷ്യന് സഞ്ചരിക്കുവാനും മനുഷ്യന് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പറ്റിയ ഇടങ്ങളെ സൃഷ്ടിച്ചെടുക്കുകയാണ്. സത്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സബ്വേർസീവ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചറിന് പോയ സമയത്ത് അതിനെക്കുറിച്ചിട്ട് ഈ ടൈറ്റിൽ കണ്ടിട്ട് ചില റൈറ്റ് വിങ് ആൾക്കാർ അതിനകത്ത് പ്രത്യേക രീതിയിലുള്ള എതിർപ്പുകളൊക്കെ അവർക്കുണ്ടായി. എന്താണ് ഈ കാർട്ടോഗ്രാഫി? ശ്രീനാരായണ ഗുരു ഒരു കാർട്ടോഗ്രാഫറായിരുന്നു, അദ്ദേഹം ഭൂപടം നിർമ്മിച്ചു എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭൂപടം ഇല്ലാതാക്കി മാറ്റി, ജാതിയുടെ ഭൂപടത്തെ ഇല്ലാതാക്കി മാറ്റുവാനായിട്ട് ശ്രമിച്ച ഒരു വിമോചകനായ ഒരു പ്രത്യയശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ജാതിയുടെ അതിർവരമ്പുകൾ വേണ്ട എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സിൽ. ജാതിയുടെ അതിർവരമ്പുകൾ ഇനിമേൽ പാടില്ല, മനുഷ്യനാണ് ജാതി എന്ന് പറയുന്നത്. വളരെ എനിക്ക് തോന്നുന്നത് മനുഷ്യനാണെന്ന് പറയുന്ന ഒരു ജാതി ബോധത്തിലേക്ക് അദ്ദേഹം വരുന്നത് വളരെ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, അയാളുടെ ശരീരം എങ്ങനെ നിർവചിക്കപ്പെടുന്നു, ആ ശരീരത്തിൻ്റെ നിർവചനവും അയാളുടെ ജാതി ബോധവുമായി അല്ലെങ്കിൽ ജാതി ഐഡൻറ്റിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ശ്രീനാരായണ ഗുരു ചോദ്യം ചെയ്തത്. ശരീരത്തെ തന്നെ പൊളിച്ചെഴുതുകയായിരുന്നു. ഒരു ശരീരത്തിന് ഏതിടങ്ങളിലേക്കും കയറുവാനുള്ള ഫ്രീഡം ഉണ്ട് എന്ന് പറയുകയായിരുന്നു. അവിടെയാണ് ഫ്രീഡം എന്ന ആശയത്തെ ശ്രീനാരായണ ഗുരു വിമോചനപരമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി. സ്വാതന്ത്ര്യം, ഒരു മനുഷ്യന് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അവിടെ അദ്ദേഹം. കാരണം ശ്രീനാരായണ ഗുരു അങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ച ആളാണ്. അദ്ദേഹം ശ്രീലങ്കയിൽ പോയി, ശ്രീലങ്കയിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ കൊടുത്തു, ശ്രീലങ്കയിൽ പല ആൾക്കാരെയും കണ്ടു. മംഗലാപുരത്ത് പോയി 1908 ശ്രീനാരായണ ഗുരു മംഗലാപുരത്ത് പോയി. മംഗലാപുരത്തെ ചില വ്യക്തികൾ വിളിച്ചിട്ടാണ്. മംഗലാപുരത്ത് 1908 ഈ അടുത്ത കാലത്ത് ഞാനൊരു ന്യൂസ് വായിച്ചു, 2 വർഷം മുമ്പാണ്. മംഗലാപുരത്തെ റെയിൽവേ സ്റ്റേഷൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ആക്കി മാറ്റണം എന്ന ഒരു സംഘടന ആവശ്യപ്പെട്ടു. പക്ഷേ അത് ഇതുവരെ ആക്കി മാറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മൾ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യനിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോവുകയാണ്, യാത്ര ചെയ്ത് പല വ്യക്തികളെ കണ്ട്. തെക്കേ ഇന്ത്യയുടെ സംസ്കാരമാണെങ്കിലും അന്ന് ഇന്ത്യ എന്ന ബോധമൊന്നുമില്ലല്ലോ. തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ബോധം പോലുമില്ല. അതൊരു പ്രത്യേക ഒരു ഭൂപടമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭൂപട സഞ്ചാരം എന്ന് പറയുന്നത് വളരെ വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു ഭൂപട സഞ്ചാരത്തിലൂടെ ഒരു നോളജ് പെർസ്പെക്റ്റീവിനെ ഉണ്ടാക്കിയെടുക്കുകയും ഒരു പുതിയ അതിർത്തിയില്ലാത്ത ഭൂപടത്തെ സൃഷ്ടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ഭാവനയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഞാനതിനെ ശ്രീനാരായണ ഗുരുസ് ഹാബിറ്റസ് എന്ന് വിളിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഹാബിറ്റസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുതുതായി ഒരു ഹാബിറ്റസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അദ്ദേഹം വന്ന ഹാബിറ്റസ് എന്ന് പറയുന്നത് ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റസ് എന്താണ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഹാബിറ്റസിനെ തന്നെ അദ്ദേഹം തകർത്ത് കളയും. ശീലസങ്കല്പനത്തെ, അദ്ദേഹത്തെ ശീലപ്പെടുത്തിയ ചില ശീലുകളെ അദ്ദേഹം തകർത്തെറിയുകയാണ്. അത് നേരത്തെ ടീച്ചർ പറഞ്ഞത് അദ്ദേഹം പലകയിൽ കയറിയിരിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുനാളിലെ സംഭവിക്കുന്നുണ്ട്. ഈ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൽ ഇത്തരത്തിലുള്ളൊരു വിമോചനപരമായ രീതിയിലുള്ള ചില ഭാവനകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ കാണുന്നത്. പക്ഷേ ആ ഭാവനകളെ വീണ്ടും അദ്ദേഹം തന്നെ ഒരു പരീക്ഷണശാലയിൽ എന്നോണം ഇട്ട് അതിനെ പഴിപ്പിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെയാണ് അദ്ദേഹം പുതിയൊരു എപ്പിസ്റ്റമോളജി ഉണ്ടാക്കിയെടുക്കുന്നത്. ആ എപ്പിസ്റ്റമോളജിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഹാബിറ്റസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശീലസങ്കല്പന എന്ന് പറയുന്നത്. ആ ഹാബിറ്റസാണ് സത്യത്തിൽ ഇന്ന് നമുക്ക് പ്രചോദനമായി നിൽക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ. കാര്യം ശ്രീനാരായണ ഗുരുവിനെ ഒരു പാസ്റ്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ശ്രീനാരായണ ഗുരു സത്യത്തിൽ ഒരു ആർക്കൈവ്സ് ആണ് എന്ന് ഞാൻ പറയും. കാരണം ഇന്ന് കേരളത്തിൽ എത്ര ആർക്കൈവ്സ് ഉണ്ട്? കേരളത്തിൽ 3-4 ആർക്കൈവുകളുണ്ട്, പഴയ രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, മ്യൂസിയങ്ങളുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ആർക്കൈവ്സ് എന്ന് പറയുന്നത് നിരന്തരം വർത്തമാന കാലഘട്ടവുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നിങ്ങളത് കാണണ്ട. പക്ഷേ എങ്കിലും നിങ്ങളോട് നിരന്തരം സംവേദിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ മനുഷ്യനായി തീരുമാനമായിട്ട് നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു ശിലയായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നെയ്യാറിൽ മുങ്ങിയെടുത്തു. നെയ്യാറിൽ ഏറ്റവും ആഴമുള്ള ഭാഗത്താണ് അദ്ദേഹം, ശിവഗിരിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗത്താണ് അദ്ദേഹം മുങ്ങി ഈ കല്ലെടുക്കുന്നത്. ആ കല്ലെടുത്തിട്ട്, ഒരു കല്ലാണ് എടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ, ആ കല്ലെടുത്തിട്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയാണ്. നമുക്ക് സംശയം ഉണ്ടായേക്കാം, ഈ കല്ലെടുത്തിട്ട് ശിവപ്രതിഷ്ഠ നടത്തിയപ്പം ശ്രീനാരായണ ഗുരുവും ഈ മതത്തെ
ഉൾക്കൊള്ളുവാണോ എന്ന സംശയം നമുക്കുണ്ടായേക്കാം. ശരിയല്ലേ? എനിക്കും തോന്നി ആദ്യം വായിച്ചപ്പോൾ. പക്ഷേ ശ്രീനാരായണ ഗുരു മനസ്സിലാക്കി രണ്ട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീനാരായണ ഗുരു മനസ്സിലാക്കി ആ കാലഘട്ടത്തിൽ ആൾക്കാർ ചിന്തിക്കുന്ന അടിസ്ഥാനപരമായ രീതിയിലുള്ള ചില ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ വലിയ പ്രബുദ്ധതയുള്ള ചിന്തകളൊന്നുമല്ല അവരുടെ കയ്യിലുള്ളത്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഈ പാരമ്പര്യത്തെ തന്നെ പിടിച്ച പാരമ്പര്യത്തെ തകർത്ത് കളയുന്ന ഒരാക്റ്റാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. ശരിക്കും അംബർട്ടോ ഈക്കോയുടെ ഒരു തിയറിയുണ്ട്. ആ തിയറിയുടെ പേര് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് രണ്ടർത്ഥങ്ങളുണ്ട്, നിങ്ങൾ എഴുതുന്ന ഒരു എഴുത്തിന് രണ്ടർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരർത്ഥം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന ഒരു സംഗതി ഞാനും ചെയ്യുകയാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ പാരമ്പര്യത്തെ ഭേദിക്കുകയാണ്, അതിനെ മുറിച്ച് കടക്കുകയാണ്. ബ്രാഹ്മണന് മാത്രം ചെയ്യാവുന്നൊരു പ്രവൃത്തി ഞാനിവിടെ ചെയ്യുകയാണ്. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്ന അതേ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ആ നിലപാട് തറയെ തകർത്ത് കളയുന്ന ഒരു വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ് ശ്രീനാരായണ ഗുരു 1888 ചെയ്തത്. കേരളത്തിൻ്റെ വിമർശപരമായ സാമൂഹിക ചിന്തയുടെ തുടക്കം ഇവിടെയാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടക്കം എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം എന്ന് പറയുന്നത് ഇന്ന് നേരത്തെ സണ്ണിയം കവിക്കാട് പറഞ്ഞതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് പല രീതിയിലുള്ള അർത്ഥങ്ങളുണ്ടാകുന്നുണ്ട്. കാര്യം നവോത്ഥാനം എന്ന് പറയുന്നത് റണൈസൻസ് ആണ് ഇംഗ്ലീഷിൽ. പക്ഷേ പ്രബുദ്ധത എന്ന് പറയുന്നത് എൻലൈറ്റൻമെൻ്റ് ആണ്. ഈ നവോത്ഥാനം രണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങളും രണ്ടാണെങ്കിലും യൂറോപ്പിലെ ആദ്യത്തെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റണൈസൻസ് സംഭവിച്ചതിന് ശേഷം പിന്നീട് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഉണ്ടാകുന്ന ഒരു ശാസ്ത്രീയപരമായ രീതിയിലുള്ള യുക്തിപരമായ രീതിയിലുള്ള ചിന്തബോധത്തെയാണ് നമ്മൾ എൻലൈറ്റൻമെൻ്റ് എങ്കിൽ പ്രബുദ്ധത അല്ല ജ്ഞാനോദയത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റണൈസൻസും അല്ലെങ്കിൽ ഈ റീബർത്ത് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന ആ യൂറോപ്യൻ സംശയം, അതുപോലെ തന്നെ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന യൂറോപ്യൻ ആശയപരമായ രീതിയിലുള്ള ഒരു സംശയം, രണ്ടും അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഡിസ്ചാർജിലേക്ക് വരുമ്പം അതിൻ്റെ ക്യാരക്ടർ മാറുകയാണ്. എൻലൈറ്റൻമെൻറ്റ് നവോത്ഥാനം ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ നവോത്ഥാനം അവർ ഉദ്ദേശിച്ചുള്ള മൂല്യമായിരുന്നില്ല ഇവിടെ വരുന്നത്. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ കോളനിയായിരുന്നു, ബ്രിട്ടീഷുകാർ കോളനൈസറായിരുന്നു. അതുകൊണ്ട് അവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ കൈൻഡ് ഓഫ് ജ്ഞാനമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാരുടെ ജ്ഞാനം എന്ന് പറയുന്നത് ബാക്ക്വേഡ് ജ്ഞാനമാണ്. അതിനെ അവർ വിളിച്ചു, ഇന്ത്യയെ തന്നെ വിളിച്ച പേരിങ്ങനെയാണ്, ചീത്തയായ ഉഷ്ണമേഖലാ സ്ഥലം എന്നാണ് വിളിച്ചത്. ചീത്തയായ ഉഷ്ണമേഖലാ പ്രദേശം, ബാഡ് ട്രോപ്പിക്സ് എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് പറയുന്നത്, ഈ ഒരു മാത്സര്യം നമ്മൾ ഒരു ആശയപരമായ മാത്സര്യം നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലത്തെ അതെന്തെങ്കിലും ആയിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് പറയാതിരിക്കുവാൻ വയ്യ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും യോജിക്കാൻ എനിക്ക് പറ്റില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ സ്കോളാസ്റ്റിക് ആയിട്ടുള്ള 3-4 ആർട്ടിക്കിളുകളും അദ്ദേഹത്തിൻ്റെ പുസ്തകവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എനിക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ജെ രഘുവാണ് ആദ്യമായിട്ട് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത്. നവോത്ഥാനത്തിന് പകരം, പ്രബുദ്ധതയ്ക്ക് പകരം അദ്ദേഹം മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കിൻ്റെ പേരാണ് അറിവൊളി എന്നാണ്. അറിവൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് നോളജ്, ലൈറ്റ് ഓഫ് വേർഡ് എന്നുള്ളതാണ്. ഈ അറിവൊളി എന്ന് പറയുന്ന സങ്കല്പനം അതൊരു തമിഴ് സങ്കല്പനമാണ്. നമ്മൾ തമിഴ് സങ്കല്പനമായിട്ടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്നും ഇന്ത്യയിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് തമിഴ് സംസ്കാരമാണ്. നമ്മളെ സത്യം പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഗട്ട്സ് മാത്രമാണ് നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്, അല്ലേ? ഒരു വെസ്റ്റേൺ ഗട്ട്സും വേണമെങ്കിൽ ഒരു നിറത്തെക്കുറിച്ചുള്ള ബോധമോ അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധമൊക്കെ ആയിരിക്കും തമിഴ്നാടുകാരനും മലയാളിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായിട്ട് അറിവൊളി എന്ന് പറയുന്ന ലൈറ്റ് ഓഫ് നോളജ് അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് വേർഡ്, വാക്കിൻ്റെ ശക്തി, ജ്ഞാനത്തിൻ്റെ ശക്തി, അറിവിൻ്റെ ശക്തി, ആ അറിവിൻ്റെ ശക്തിയാണ് ശ്രീനാരായണ ഗുരു ഇവിടെ ഉപയോഗിക്കുന്നത്. ആ അറിവിൻ്റെ ശക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. അത് പൂർണ്ണമായിട്ട് വായിച്ച ഒരാളല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വളരെ ഗഹനമായ ചിന്തകൾ പറയുന്നില്ല. പക്ഷേ എങ്കിലും ആത്മോപദേശ ശതകവും അതുപോലെ തന്നെ അറിവ് എന്ന് പറയുന്ന ചെറിയ കൃതിയുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഈ അറിവ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഡൈസെക്റ്റീവ് നോളജ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു ഡൈസെക്ഷൻ, നമ്മൾ സാധാരണ ജീവശാസ്ത്രജ്ഞന്മാർ, സുവോളജിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തവളയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഡൈസെക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു തവളയെക്കുറിച്ച് അവർ അർത്ഥം മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ശ്രീനാരായണ ഗുരു സമൂഹത്തെക്കുറിച്ച് പഠിച്ചത്. അതിലദ്ദേഹം ഒരു കല്ലെടുത്ത് പ്രദർശിക്കുന്ന സമയത്ത് സത്യത്തിൽ ഇത് കേരളത്തിൻ്റെ, എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റോൺ റെവല്യൂഷൻ ആണെങ്കിൽ ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കും. പുഴയിൽ നിന്ന് ഒരു കല്ലിനെ എടുത്ത് വെച്ചിട്ട് അവിടെ കൊണ്ട്
വെക്കുകയാണ്. യാതൊരു വലിയ മൂല്യമില്ലാത്ത ഒരു സ്റ്റോണിനെ എടുത്തു വെച്ചിട്ട് അവിടെ കൊണ്ട് അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ്. ഒരു കല്ലുകൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയും. കല്ലുകൊണ്ടുള്ള വിപ്ലവത്തിന് ശേഷം അദ്ദേഹം കണ്ണാടി വെച്ചാണ് വിപ്ലവം ഉണ്ടാക്കുന്നത്. ആ കണ്ണാടി വെച്ച് വിപ്ലവത്തിലൂടെ അദ്ദേഹം അദ്വൈതം എന്ന് പറയുന്ന ആ ഫിലോസഫിയുടെ, ശങ്കരൻ്റെ ഫിലോസഫിയുടെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള, ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള, മനുഷ്യോന്മുഖമായിട്ടുള്ള ഒരു മുഖമാണ് അവിടെ കാണുന്നത്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങൾ തന്നെയാണ് ദൈവമെന്ന് മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. ഇത് മറ്റൊരു അദ്ദേഹത്തിൻ്റെ കൃതിയുമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ കൊച്ചുനാളിലെ കേട്ടിട്ടുള്ള, കാരണം എൻ്റെ പിതാവ് ഈ ഒരു ചരിത്ര പ്രൊഫസറായിരുന്നതുകൊണ്ടും അദ്ദേഹം അംബേദ്കറിൻ്റെ അനഹിലേഷൻ ഓഫ് ദ കാസ്റ്റൊക്കെ വളരെ നേരത്തെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ചില ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ പാടാറൊക്കെ ഉണ്ട്, ഇങ്ങനെ വരാന്തരിക്കിരുന്ന് പാടാറുണ്ട്. അന്നേരം ഏറ്റവും കേട്ടിട്ടുള്ള ഒരു പാട്ട് ഇതാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നിങ്ങളും കേട്ടിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഗാനമെന്ന് എനിക്ക് തോന്നുന്നു. കാവ്യം: ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ, കൈവിടാതിങ്ങ് ഞങ്ങളെ. അടുത്ത വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുകളാണ്. നാവികൻ നീ ഭവാബ്ദിക്കൊരാവി വൻ തോണി നിൻ പദം, ഒരാവി വൻ തോണി നിൻ പദം. ദൈവത്തെ ഒരു കടലിൽ പോകുന്ന ഒരു ആവി വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ സ്റ്റീം ഷിപ്പിൻ്റെ ഒരു നാവികനായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ഈ കടലിൽ പോകുന്ന ഒരു ആവിക്കപ്പലിൻ്റെ ഒരു നാവികനായിട്ട് കാണുക എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ടുള്ളൊരു കമ്പാരിസനാണോ? അതിൻ്റെ മെറ്റഫോറിക്കലായിട്ടുള്ള, അതിൻ്റെ സാഹിത്യപരമായ രീതിയിലുള്ള കമ്പാരറ്റീവായിട്ടുള്ള അനലൈസുകളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിലും മറ്റൊരു കാര്യമുണ്ട്. കാരണം 1765 ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത്. 1807 ആദ്യത്തെ ആവിക്കപ്പൽ വരുന്നത്. എന്തായാലും ആധുനികതയുടെ ഒരു സാങ്കേതിക സംവിധാനമാണ് ആവിക്കപ്പൽ എന്ന് പറയുന്നത്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ പോലും ഭരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് മോഡേണിറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ് ആ കവിതയിൽ വന്നിരിക്കുന്നത്. ആധുനികതയുടെ റിഫ്ലക്ഷനാണ് ആ കവിതയിൽ വന്നിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഇവിടെ എഴുതാമായിരുന്നല്ലോ, ഒരു ആവിവൻ തോണിക്ക് പകരം വേണമെങ്കിൽ ഒരു ആഞ്ചരി കൊണ്ടുള്ള തോണി കണ്ടു എന്ന് വേണം പറയാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ കൊതുമ്പ് വെള്ളമൊന്നും അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ഒരു കൊതുമ്പ് വെള്ളം എടുത്തിട്ട് ആവി കൊണ്ടുള്ള അല്ലെങ്കിൽ ആഞ്ചരി കൊണ്ടുള്ള ഒരു തോണി ഉണ്ടാക്കിയിട്ട് കടലിൽ പോയി ചാടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ആ മഹാസമുദ്രത്തിലേക്ക് കയറ്റി വിടുന്ന, നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ലോജിക്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പം സമുദ്രം വീണ്ടും മെറ്റഫോറിക്കലി, സമുദ്രം വളരെ സിംബോളിക്കായിട്ടുള്ളൊരു പ്രതീകമാണ് സമുദ്രം. കാരണം അദ്ദേഹം കണ്ട സമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യ മഹാസമുദ്രമായിരിക്കും. ആ ഇന്ത്യ മഹാസമുദ്രം എന്തായാലും തീർച്ചയായിട്ടും അതിലെ വെള്ളം മറ്റ് സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മാരിടൈം കാർട്ടോഗ്രാഫി പോലും അതിൻ്റെ അകത്തുണ്ട്. കടലുമായിട്ടുള്ളൊരു അനുഭവം, അത് മാത്രമല്ല അതിനപ്പുറത്തുള്ള ഒരു മാരിടൈം കാർട്ടോഗ്രാഫിയിലേക്ക്, ഒരു ലോകബോധത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രീനാരായണ ഗുരുവിന് സാധിച്ചിട്ടുണ്ട്. ഇത് ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ചില സംഭാഷണങ്ങളിൽ വളരെ ഗംഭീരമായൊരു സംഭാഷണം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുവിനോട് ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് ഒരു വേൾഡ്ലി ഫ്രീഡം എല്ലാവർക്കും ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു. സ്വാമിയുടെ ആശയം എന്താണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെല്ലാവർക്കും, ഈ ലോകത്തിൽ മൊത്തം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അടുത്ത ഗാന്ധിയെ ഞെട്ടിച്ചൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മളെയൊക്കെ ഞെട്ടിക്കും, ഗാന്ധി ഇനി ഒരു ജന്മം കൂടി ജനിക്കണം എന്നാണ് പറഞ്ഞത്. ഗാന്ധി ഒന്നുകൂടി ജനിച്ചാൽ മാത്രമേ ആ രീതിയിലുള്ളൊരു സംഗതി ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞ് ശ്രീനാരായണ ഒരു ചെറിയൊരു വാക്കുകൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം അഗാധമായി കിടക്കുന്നു നമ്മുടെ സാമൂഹിക പ്രശ്നത്തിലെ, ഉച്ചനീതത്തിലെ, അനീതിയിലെ വേരുകളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോഷ്യലി എങ്ങനെയാണ് വ്യക്തികളെ, മനുഷ്യരെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ള ഒരു വലിയ ഒരു ചിന്തയാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിക്ക് മുമ്പിൽ വെക്കുന്നത്. ഗാന്ധിയുമായിട്ട് വീണ്ടും തർക്കിക്കുന്നുണ്ടല്ലോ. ഗാന്ധി പറയുന്നുണ്ട്, ഹിന്ദു മാർഗം ഉപയോഗിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു വളരെ ലളിതമായിട്ട് പറയുന്നത്, മറ്റ് മതങ്ങളിലും നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുമല്ലേ എന്നുള്ളതാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഗാന്ധിക്ക് പിന്നെ പറയാനൊന്നുമില്ല. ചോദിച്ച ചോദ്യം അതല്ല, ഹിന്ദു മതമല്ലേ എന്ന് വീണ്ടും ഗാന്ധി ഇച്ചിരി അരിച്ചത്തോടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗാന്ധി തന്നെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്ത്, അതിൻ്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയൊരു പ്രസംഗത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ വളരെ വലിയ ചിന്തകനായ ഒരു സ്വാമിയെ കണ്ടു എന്നാണ് പറയുന്നത്. ടാഗോർ ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും നടത്തിയ
ഗാന്ധിയുമായി നടത്തിയ സംഭാഷണത്തിൽ 1925 നടത്തിയ സംഭാഷണത്തിലെ മാർച്ച് 12 തോന്നുന്നു, ആ സംഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാഷണം ഒരു ഫിലോസഫിയാണ്, ഗുരുവിൻ്റെയും ഗാന്ധിയുടെയും ഫിലോസഫിയാണ്. അവിടെ അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ ഫ്രാൻസിസ് ബേക്കണെ സൂചിപ്പിച്ചല്ലോ. ഫ്രാൻസിസ് ബേക്കൺ പ്രകൃതിയെ ശാസ്ത്രത്തിൻ്റെ ലബോറട്ടറിയിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്തു എന്നാണ് പറയുന്നത്. പ്രകൃതിയെ ശാസ്ത്രത്തിൻ്റെ ലബോറട്ടറിയിൽ പരീക്ഷണശാലയിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്തു. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞു, ശാസ്ത്രം പ്രകൃതിയെ വിജയിക്കണം, ശാസ്ത്രം പ്രകൃതിയെ വിജയിച്ചാൽ മരുഭൂമിയിൽ റോസാപുഷ്പങ്ങളെ വിരിയിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പോക്ക് എങ്ങോട്ടാണ് നോക്കി? മരുഭൂമിയിലേക്കാണ് പോക്ക്. മരുഭൂമിയിൽ റോസാപുഷ്പങ്ങളെ വിരിയിക്കണം, അതാണ് ഉദ്ദേശം, ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. സാങ്കേതിക സംവിധാനം അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു ഇതേ ആധുനികത തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് ഇവിടെ ഉത്തരം കൊടുക്കുന്നത്. ഇതേ ശാസ്ത്രബോധം തന്നെ, ഈ ബേക്കോണിയൻ ദെക്കാർത്തിയൻ ശാസ്ത്രബോധം തന്നെ ശ്രീനാരായണ ഗുരു മറ്റൊരു അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. ഗാന്ധി ചോദിക്കുകയാണ്, ഈ വ്യത്യസ്ത ജാതികൾ, വിഭിന്ന ജാതികൾ ഒക്കെ ധാരാളം ഉണ്ടല്ലോ. അപ്പം ശിവരിയിൽ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൻ്റെ ഈ ആശ്രമത്തിൻ്റെ തൊട്ടുമുമ്പിലൊരു മാവുണ്ട്. ആ മാവിനെ ഈ മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അതിൻ്റെ ഇലയിലേക്ക് നോക്കൂ, അതെല്ലാം വളരെ വ്യത്യസ്തമായ ഇലകൾ അതിൻ്റെ അകത്തില്ലേ, ശാഖകളും ഉപശാഖകളും വിഭിന്നമല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഒരു മതത്തിൽ വ്യത്യസ്തമായ വിഭിന്നമായ ജാതികൾ വന്നുകൊണ്ട് എന്താണ് തെറ്റ്? പ്രകൃതിയും അതല്ലേ നമ്മെ കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു. ക്രിട്ടിക്കലായിട്ട് നമ്മളൊക്കെ വേണമെങ്കിൽ കുഴഞ്ഞു വീഴാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ശാസ്ത്രീയപരമായ രീതിയിൽ, പ്രകൃതിശാസ്ത്രപരമായ രീതിയിൽ ഗാന്ധി ചോദിച്ചത്. കാര്യം തൊട്ടു മുമ്പിൽ നിങ്ങളെ ഡേറ്റയെ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. തൊട്ടു മുമ്പിലുള്ള ഒരു ഡേറ്റയെ തെളിവിന് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ തെളിവിനെയൊക്കെ വളരെ വളരെ സമന്വയമായി, വളരെ എന്താണ് ഇത് പറയുന്നത്, സംയമനം പാലിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചൊരു ഉത്തരം പറയുകയാണ്. ശരിയാണ്, ശാഖകളും ഉപശാഖകളും ഒക്കെ വിഭിന്നമാണ്, പക്ഷേ എങ്കിലും ആ മരത്തിൻ്റെ രസം ഒന്ന് തന്നെയില്ലേ? രസമെന്ന് പറയുന്നത് നിങ്ങളതിനെ ഈ ഇലയൊക്കെ മൊത്തം ഒരു ചാറാക്കി മാറ്റുവാണെങ്കിൽ അതല്ല ഒന്നല്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതാണ് സത്യത്തിൽ എന്താണ് മനുഷ്യത്വം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പശുത്വം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, പശുത്വവും മനുഷ്യത്വവും. ഒരു പശു മറ്റൊരു പശുവുമായി ഇണചേരുകയും ഒരു പശുവിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യ സ്ത്രീയുമായിട്ട് മറ്റൊരു മനുഷ്യനുമായിട്ട് ഇണചേരുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും വരുന്നത് ഒരേ യോനിയിൽ നിന്നാണ്. അതാണ് മനുഷ്യൻ, അതാണ് ഒരു പുതിയ സ്പീഷീസ്, അതാണ് കാസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അല്ലാതെ ജാതി മറ്റൊന്ന്, മതം മറ്റൊന്ന്, ദൈവം മറ്റൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം ഒന്നാണ്, ഇത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ തന്നെയാണത്. ഒരു മനുഷ്യനാണ് ജാതി. ദർ ഈസ് ഓൺലി വൺ കാസ്റ്റ്, ദാറ്റ് ഈസ് ദ ഹ്യൂമൻ എന്ന വളരെ വിപ്ലവകരമായ രീതിയിലുള്ളൊരു ചിന്ത 20-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് മുന്നോട്ട് വെച്ച അറിവൊളി നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. എന്തുപയോഗിച്ചാണോ നിങ്ങളെ തോൽപ്പിച്ചത്, എന്തുപയോഗിച്ചാണോ നിങ്ങളെ ഒരു മൂലക്കിരുത്തിയത്, എന്തുപയോഗിച്ചാണോ നിങ്ങളുടെ ശരീരത്തെ അപരവൽക്കരിച്ചത്, അതേ ജ്ഞാനത്തെ ഉപയോഗിച്ച് ആ ജ്ഞാനത്തെ പ്രതിരോധിക്കുകയും അതിനെ പഠിച്ചുകൊണ്ട് പുതിയൊരു ജ്ഞാനത്തെ, ഒരു ജ്ഞാനശാസ്ത്രത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ടാണ് പീറി ബോർദീവൻ്റെ അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഞാൻ പറയുന്നു, പീറി ബോർദീവൻ്റെ അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഒരു ഹാബിറ്റസിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഹാബിറ്റസ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ഹാബിറ്റസാണ്. അത് ക്യാപിറ്റലിസത്തിൻ്റെ കാലഘട്ടത്തിലും നിലനിൽക്കും, അത് ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടത്തിലും നിലനിൽക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ജന്മിത്തമുള്ള സമയത്തും ആ ഹാബിറ്റസ് നിലനിൽക്കും. കാര്യം ആ ജന്മിത്തത്തെ അത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യും, അവിടെ ഒരു പുതിയ ജ്ഞാനത്തെ ഉണ്ടാക്കും. ക്യാപിറ്റലിസത്തെ അത് ചോദ്യം ചെയ്യും, അതൊരു പുതിയ ഒരു ജ്ഞാനരൂപത്തെ ഉണ്ടാക്കിയെടുക്കും. ഇത്തരത്തിലുള്ള ഈ പ്രതിഫലനാത്മകപരമായ രീതിയിലുള്ള സാമൂഹിക ചിന്തയിലൂടെ, വിമർശബോധത്തിലൂടെ, ശാസ്ത്രീയ യുക്തിയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതായിരുന്നു ഈ പുതിയ ഭൂപടം. കേരളത്തിൻ്റെ അല്ല, ആ ഭാവനയുടെ ഭൂപടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് സ്വീകാര്യം ലഭിച്ചത്, ആന്ധ്രയിലും സ്വീകാര്യം ലഭിക്കുന്നത്, അതുപോലെ കർണാടകത്തിലും സ്വീകാര്യം ലഭിക്കുന്നത്, ലോകത്തെ ആകമാനത്തും അദ്ദേഹത്തിന് ഇന്നും സ്വീകാര്യം ലഭിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഭൂപട നിർമ്മാണത്തിലൂടെയാണ്. അത് വെറും അതിർത്തികൾ സൃഷ്ടിക്കുന്ന ഒരു ഭൂപടമല്ല, മനുഷ്യൻ ഒറ്റ ജാതിയാണ് എന്ന ഒരു ചിന്തയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മനുഷ്യ ഭൂപടത്തെയാണ് ശ്രീനാരായണ ഗുരു ശാസ്ത്രീയമായി സൃഷ്ടിച്ചെടുത്തത്.
അത് സ്വപ്നം കണ്ടതല്ല, അത് സന്യാസത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വരമല്ല, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ദൈവം കൊടുത്ത വരമല്ല, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വിമർശ ശാസ്ത്ര യുക്തിക്കുള്ളിലാണ് ഈ ഹ്യൂമനെ അദ്ദേഹം മുഖ്യ വിഷയമായി അദ്ദേഹം മാറ്റുന്നത്. പക്ഷേ അദ്ദേഹം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഗുരുവിനെ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, പാരിസ്ഥിതികപരമായി പഠിക്കുകയാണെങ്കിൽ ഗുരുവിന് ഒരു എക്കോളജിക്കൽ മൈൻഡ് കൂടി ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ എക്കോളജിക്കൽ മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ മനുഷ്യനെയും പട്ടിയും തമ്മിൽ അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. പട്ടിക്ക് പട്ടിയെ അറിയാം, അതെൻ്റെ വർഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയാം, അതിനൊരു സഹാനുഭൂതിയുണ്ട്. മനുഷ്യനെ അറിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ക്രിട്ടിക്കലായിട്ടുള്ള ചിന്തയാണെന്ന് ആലോചിച്ചത്. എന്ന് വെച്ച് അത് മൃഗമായതുകൊണ്ട് അതിൽ ബീസ്ലി ക്യാരക്ടർ ഉള്ളതുകൊണ്ടെന്നാണല്ലോ അതല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വർഗ്ഗമാണ് എന്നുള്ളത് അതിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം ഞങ്ങളൊന്നാണ് എന്ന ഒരു യുക്തി അതിന് പോലും മനസ്സിലാക്കുന്നുണ്ട്. ആ യുക്തി ഞങ്ങളൊന്നാണ് എന്നൊരു യുക്തി ഇല്ലാത്തവരാണ് മനുഷ്യരെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ വളരെ സങ്കീർണമായ രീതിയിൽ അദ്ദേഹം വളരെ വിഷമിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം എനിക്ക് തോന്നുന്ന നടരാജ ഗുരുവിനോട് ചോദിക്കൊരു ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ ഒറ്റപ്പെടുവോ, വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നു. കാര്യം അത്രയ്ക്ക് വിമോചനപരമായ രീതിയിലുള്ള വിപ്ലവകരമായ രീതിയിലുള്ള മനുഷ്യബോധത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഒരു ജ്ഞാനനിർമ്മിതിയാണ് ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ചെടുത്തത്. ആധിപത്യത്തിൻ്റെ ഉച്ചനീതത്വത്തിൻ്റെ പ്രതീകങ്ങളായ ഒരു വിശുദ്ധ ഭൂമികയെ, സെക്രഡ് ജോഗ്രഫിയെ അദ്ദേഹം തകർത്ത് കളഞ്ഞു. ആധിപത്യത്തിൻ്റെ ചൂഷണത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ തരംതിരിക്കുന്ന ഒരു ദൈവിക ഭൂമി ഉണ്ടായിരുന്നു. വേദിക് ഫിലോസഫിയിലും അദ്വൈത ഫിലോസഫിയിൽ പോലും അടിസ്ഥാനപ്പെടുത്തുണ്ടാക്കിയെടുത്ത ആ ഭൂമികയെ, ആ വിശുദ്ധ ഭൂമികയെ അദ്ദേഹം തകർത്തെറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്, ഡിസ്മാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇംഗ്ലീഷിൽ ആ വാക്ക് ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ളൊരു വാക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്. ഡിസ്മാൻഡിൽഡ്. ആ ഭൂമികയെ അദ്ദേഹം തകർത്ത് ദൂരെ കളഞ്ഞു എന്നുള്ളതാണ്. ആ തകർത്ത് ദൂരെ കളഞ്ഞത് വെറും ആശയപരമായ രീതിയിലുള്ള, മതപരമായ രീതിയിലുള്ള, വിശ്വാസപരമായ രീതിയിലുള്ള ഒരു ചിന്താവൽക്കരണത്തിലൂടെ ആയിരുന്നില്ല. ആ ആശയ ഉർവരതയിൽ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലായിരുന്നു എന്നുള്ളതാണ്, ഭൗതികമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ലിജോ ചോദിച്ച ചോദ്യത്തിന് ആ ചോദ്യം എന്നെ കൂടുതൽ ഇത് പറയുവാനായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. കാരണം ശ്രീനാരായണ ഗുരു എന്തെങ്കിലും ഒരു ചിന്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ട് മാറിയുന്ന ആളല്ല. ആശയങ്ങളെ സൃഷ്ടിച്ച് ആശയത്തിൻ്റെ സൃഷ്ടിക്കലിൽ ഒരു രതിസുഖം കണ്ട് വളരെ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയ ആളല്ല ശ്രീനാരായണ ഗുരു. ആശയത്തെ സൃഷ്ടിച്ചെടുക്കുകയും ആ ആശയത്തെ ഭൗതിക സാഹചര്യങ്ങളിലൂടെ ആയിട്ട് കോർത്തിണക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുന്നേറാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ പ്രത്യേക നിപുണത ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ, ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സ്കില്ലെന്ന് പറഞ്ഞൊരു വാക്കിന് ഇത്ര മാത്രം മനുഷ്യന് വിമോചനത്തിന് വേണ്ടിയുള്ളൊരു സ്കില്ലായിട്ട്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് മറ്റുള്ളവരെ ഭരിക്കാനാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ഒരു പുതിയ ജ്ഞാനബോധത്തെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നിപുണത, ആ നിപുണത തീർച്ചയായിട്ടും നിങ്ങളുടെ രൂപാന്തരീകരണത്തിന് വിധേയപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹം സത്യത്തിൽ മറ്റൊരു മാപ്പിങ്ങാണ് അദ്ദേഹം നടത്തുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ നിപുണതയുടെയും കാർഷിക അഭിവൃദ്ധിയുടെയും ലോകത്തിലൂടെ ഒരു പുതിയ ലാൻഡ്സ്കേപ്പിനെ, പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിനെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയാണ് അദ്ദേഹം അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിനെതിരെയുള്ള സമരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെയാണ് ഈ ക്യാപിറ്റലിൻ്റെ യുക്തി വരുന്നത്. അവർ ക്യാപിറ്റൽ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നത് കൊല്ലത്ത് ആദ്യമായിട്ട് ഒരു വ്യവസായ ശില്പശാലയോ എക്സിബിഷനോ പ്രദർശനം നടത്തിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ മേൽനോട്ടത്തിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇൻഡസ്ട്രിയലൈസ് ചെയ്യണം. നിങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷനെ എതിരിടേണ്ട കാര്യമില്ല. അതൊരു കൊളോണിയൽ കൺസ്ട്രക്റ്റ് അല്ലല്ലോ, അത് ക്യാപിറ്റലിസം ആണെങ്കിൽ ക്യാപിറ്റലിസം എല്ലാ പ്രദേശങ്ങളിലേക്കും വരുന്നുണ്ട്. ക്യാപിറ്റലിസം തീർച്ചയായിട്ടും ഒരു പുതിയ ലോക വ്യവസ്ഥയായിട്ട് വരുന്നു എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റലിനെ ഉപയോഗിച്ച് ഈ ചൂഷണം ചെയ്യുന്ന ഒരു ക്യാപിറ്റലിനെ തടയിടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്യാപിറ്റലിൻ്റെ സങ്കല്പനം മറ്റൊരു സങ്കല്പനമായിട്ട് മാറുന്നത്. അത് നിങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളെ തൊഴിലാളിയാക്കി മാറ്റി
നിങ്ങളെ ആ തൊഴിലിൽ അടിമയാക്കി മാറ്റുവാനുള്ള ഒരു പ്ലാന്റേഷൻ യുക്തിയുടെയോ ഫാക്ടറി യുക്തിയുടെയോ ക്യാപിറ്റലിസം ആയിരുന്നില്ല. നിങ്ങളെ അതിൻ്റെ ഉടമയാക്കി മാറ്റുന്ന ഒരു യുക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ യുക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ലാൻഡ്സ്കേപ്പിന് തീർച്ചയായിട്ടും ഫലമുണ്ടാക്കുന്ന കൃഷിയിലൂടെ, ഫലങ്ങളുണ്ടാക്കുന്ന വ്യവസായത്തിലൂടെ, വ്യാപാരത്തിലൂടെ നിങ്ങളെ കൂടി നവീകരിക്കാൻ സാധിക്കും എന്ന ഒരാശയത്തിലൂടെ ഒരു പുതിയ ഭൂപടത്തെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ശ്രീനാരായണ ഗുരുവിന് സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനത്തിലൂടെ കൂടി ആണ് തീർച്ചയായിട്ടും ഒരു സാമൂഹിക വർഗം ഇങ്ങനെ ചിന്തിക്കുന്ന, അതിലേക്ക് പോയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു സാമൂഹിക വർഗം കൂടി ഉണ്ടായി വരുന്നത്. അതിന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അതിനെ ആശ്രയിച്ച ഡോക്ടർ പൽപ്പുവിനാണെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അദ്ദേഹം ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത്. നടരാജ ഗുരുവിൻ്റെ പിതാവായ ഡോക്ടർ പൽപ്പു, ആ ഡോക്ടർ പൽപ്പു വളരെ വിദഗ്ധരായ സവിശേഷ വൈദഗ്ധ്യമുള്ള ഒരു ഭിഷഗ്വരനായിരുന്നു. അദ്ദേഹത്തോടാണ് ചരിത്രവും ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ മീമാംസയും അതുപോലെ തന്നെ മെഡിസിനൊക്കെ ഇദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീനാരായണ ഗുരു ഒരിക്കലും താൻ കണ്ടെത്തിയെടുക്കുന്ന അല്ലെങ്കിൽ തൻ്റെ നിലപാടാണ് സത്യം എന്ന ഒരു യാഥാസ്ഥികമായ ഒരു മനോഭാവം അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ഓപ്പണായിരുന്നു. ആർക്കും അദ്ദേഹത്തിനോട് സംസാരിക്കാം, ആർക്കും അദ്ദേഹത്തിനോട് തർക്കിച്ച് ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ തർക്കിച്ച് ജയിക്കുന്ന തർക്കശാസ്ത്രത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ആ തർക്കിച്ച് ജയിക്കുന്നത് ഒരു തർക്കശാസ്ത്രത്തിന് വേണ്ടി ആയിരിക്കരുത്, അത് മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി ആയിരിക്കണം. അവിടെയാണ് സത്യത്തിൽ ശങ്കരൻ്റെ ഫിലോസഫിയും ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയും രണ്ടായിട്ട് മാറുന്നത്. ആ തർക്കശാസ്ത്രത്തെ വെറും തർക്കിക്കാനുള്ള ശാസ്ത്രമായിട്ടല്ല കാണുന്നത്. ആ തർക്കശാസ്ത്രത്തെ വിമോചനപരമായ രീതിയിലുള്ള ഒരു ദൈവശാസ്ത്രമായിട്ട്, മനുഷ്യശാസ്ത്രമായിട്ട് മാറ്റിയെടുക്കുവാനുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ബോധ്യവും അദ്ദേഹത്തിൻ്റെ യുക്തിചിന്തയുമാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പുതിയ ഒരു ഭൂപടത്തെ സൃഷ്ടിക്കുവാനായിട്ട് അന്ന് അദ്ദേഹത്തിന് സാധിച്ചത്. ഇത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പുരോഗമനപരമായ രീതിയിലുള്ളൊരു മനുഷ്യത്വവൽക്കരണമാണ്. നിങ്ങൾ പുരോഗമനപരമായി ഓരോ ദിവസവും നല്ല നല്ല മനുഷ്യനായി വീണ്ടും പരിഷ്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ പതിപ്പായിട്ട് മാറിയില്ല എങ്കിൽ ആ മാറാത്ത നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങൾ ഉരുവിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഒരു നല്ല മനുഷ്യനെ 21-ാം നൂറ്റാണ്ടിലും സൃഷ്ടിക്കാൻ പറ്റിയ ഒരു അറിവുളി ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാനം, ശ്രീനാരായണ ഗുരുവിൻ്റെ അറിവുളി, ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്ഞാനവിസ്ഫോടനം സാധ്യമാക്കിയത് ഒരു പുതിയ ഭൂപട നിർമ്മിതിയിലാണ്. ആ ഭൂപട നിർമ്മിതിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരു ഇത്തരത്തിലൊരു ജ്ഞാനവ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തിരുവാങ്കൂറിലൊരു വോൾട്ടയർ ഇല്ല, റൂസോ ഇല്ല, മൊണ്ടസ്ക്യൂ ഇല്ല, തോമസ് ഹോബ്സും ഇല്ല. യൂറോപ്പിൽ അതുണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇവരാരുമില്ലാതെ നിൽക്കുന്ന, ഒരു തറയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ശ്രീനാരായണ ഗുരു ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും പുതിയ ഒരു ആഖ്യാനത്തിലൂടെയുള്ളൊരു വ്യാഖ്യാനം അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് തറ ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ജ്ഞാനശാഖയായതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ജ്ഞാനശാഖയെ മനുഷ്യത്വ വിമോചനത്തിനുള്ള ഒരു ജ്ഞാനശാഖയായിട്ട്, ഒരു പുതിയ ലോക ഭൂപടമായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.